വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ സ്കൂളിന്റെ ഫ്യൂസ് ഊരാനെത്തിയ KSEBയോടാണ് ഈ മധുരപ്രതികാരം. ബിൽ തുക കുടിശ്ശികയായതിന്റെ പേരിൽ 2 വർഷം മുമ്പാണ് KSEB ഉദ്യോഗസ്ഥർ സ്കൂളിലെ ഫ്യൂസ് ഊരാനെത്തിയത്. ഫ്യൂസ് ഊരി തങ്ങളെ ഇരുട്ടിലാക്കാൻ എത്തിയവർക്ക് തന്നെ വൈദ്യുതി തിരികെ നൽകി മധുരപ്രതികാരം തീർക്കാൻ ഒരുങ്ങുകയാണ് കുറിച്ചി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അധ്യാപകരും രക്ഷകർത്താക്കളും ഒട്ടും PTA ഭാരവാഹികളും ഒക്കെ കൂടി നമ്മളോട് ഇങ്ങനെ ഒരു ആശയം മുൻപോട്ട് വെച്ചത്. ഏകദേശം 2 കൊല്ലം മുമ്പാണ് ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചത്. അന്നോട്ട് പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. പ്രതിദിനം 40 യൂണിറ്റ് വൈദ്യുതിയാണ് ഈ സ്കൂളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഏകദേശം ഈ സ്കൂളിൻ്റെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 to 10 യൂണിറ്റ്സ് മാത്രമേ ഇവിടെ ആവശ്യം വരുള്ളൂ. ബാക്കി കറണ്ട് വൈദ്യുതി നമ്മൾ KSEBയുടെ ഗ്രിഡ് സംവിധാനത്തിൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ആവശ്യമായ ഫണ്ട് കണ്ടെത്താനില്ല എന്നതാണ് സ്കൂൾ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇതിനിടെയാണ് KSEB ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരാനായി സ്കൂളിലെത്തുന്നത്. അന്ന് അധ്യാപകരും PTA അംഗങ്ങളും KSEB ഉദ്യോഗസ്ഥരോട് ഫ്യൂസ് ഊരരുത് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് സ്കൂളിന് സ്വന്തമായി വൈദ്യുതി ഉൽപാദനമെന്ന ആശയം പിറന്നത്. പഞ്ചായത്ത് അംഗം PK വൈശാഖ് ഡിവിഷൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് പവർ പ്ലാന്റിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ വരുന്നതോടുകൂടി ഇത്തരം പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളും കൂടുതൽ ബോധവാന്മാരാകും. അതും ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഒരു പ്രയോജനമാണ്. തൊട്ട് താഴെ സ്കൂളിന് 1 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ എങ്ങുമില്ലാത്തൊരാശയം പുതിയൊരു ടർഫ് കോർട്ടും അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും. സ്കൂളുകൾക്കൊക്കെ അങ്ങനെ ഒരു ആശയം വളരെ കുറവാണ്. എങ്കിൽ പോലും അത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും MLAയുടെയും MPയുടെയും എല്ലാം മുന്നിലേക്ക് ആ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ അപേക്ഷയുമായി ചെന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വേനൽ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് വീടുകളിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇടയ്ക്ക് ഫാൻ്റെ കറണ്ട് പോകുന്നു. ആ സമയത്തൊക്കെ ഉഷ്ണവും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു കാലാനുസൃതമായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്ക് വൈദ്യുതി ചാർജ് മുടക്കാതെ പഠിക്കുവാനുള്ള അവസരം വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. വരും വർഷങ്ങളിൽ കൂടുതൽ വികസന പദ്ധതികളുമായി സ്കൂളിനെ മുമ്പോട്ട് നയിക്കാനാണ് ഇവർ ഓരോരുത്തരും ലക്ഷ്യമിടുന്നത്. എന്തായാലും സ്കൂളിനെ ഇരുട്ടിലാക്കാൻ എത്തിയ KSEB ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് ഇപ്പോൾ ഈ സ്കൂളിലെ വികസന പദ്ധതികൾ.